ഹലോ ഗുഡ് ഈവനിങ്. വെൽക്കം ഗൈസ്, വെൽക്കം ശ്രീ കഫേ. പനിയൊന്ന് ഭേദമുണ്ട്, മാറി. ഇഞ്ചക്ഷൻ ഇട്ടു, ഡോക്ടറെ അടുത്ത് പോയി, ശരിയായി. പിന്നെ ഇന്ന് ഏകാദശിയല്ലേ, അപ്പോൾ കുളിച്ചു. മോളും പേരക്കുട്ടിയും വരുന്നുണ്ട്, അവരെ കൂട്ടാനായിട്ട് പോയിരിക്കുകയാണ്, ഏട്ടൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി വിത്ത് ബട്ടർ പനീർ മസാല. അപ്പോൾ പതിവ് പോലെ തന്നെ ഫ്രൈയിങ് പാനിൽ ഓണിയൻ ഇട്ടിട്ട് നമുക്ക് അല്പം കല്ലുപ്പും ചേർത്തു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരാം. അപ്പോൾ ഈ അളവിന് ഒന്ന് വഴണ്ട. അപ്പോൾ അതിന് ഞാൻ പൊടികളൊക്കെ ഇട്ടു. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതായത് വിത്ത് കാശ്മീരി ചില്ലി. അപ്പോൾ അത് വഴറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം അരിക്കാൻ. അതേ ഫ്രൈയിങ് പാനിൽ തന്നെ അല്പം നെയ്യും ഓയിലും കൂടെ ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ ഇത് നന്നായിട്ടൊന്ന് ആ ടൊമാറ്റോയിലെ വെള്ളം കംപ്ലീറ്റ് പോകുന്ന വരയ്ക്കും ഒന്ന് അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇത്രത്തോളം ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യം, ഞാൻ ഇപ്പോൾ എല്ലാം ഒലുമ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പോരാ, കുറച്ചും കൂടെ വേണം. അപ്പോൾ നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ, തിളച്ചില്ല. അപ്പോൾ ഇത് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം, ഹോം മെയ്ഡ് ആയതുകൊണ്ടാണിത്, കാരണം അങ്ങനെ ക്രീമി ആയിട്ടുള്ള കട്ടിയായിട്ടുള്ളതല്ല. പിന്നെ നമ്മുടെ അപ്പോൾ ഇതാ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു, ചെറുതായിട്ട് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതാ കസൂരി മേട്ടി, ഇത്രയും കസൂരി മേട്ടി നന്നായിട്ടൊന്ന് ഇങ്ങനെ തെരുത്ത് ഇതിനിങ്ങനെ അടച്ച് വയ്ക്കും. ഇരുന്നിരുന്ന് കറി ഒന്നുകൂടെ കുറുകും. ബട്ടർ ഇടണോ തോന്നി, വേണ്ട. ഇനി ഒരുപാട് ഓവർ ബട്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊളസ്ട്രോൾ ആ പ്രോബ്ലമൊക്കെ വരും. അതുകൊണ്ട് വേണ്ട, അന്ന് ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ ഇത് കഴിഞ്ഞു വ്ളോഗ്.